ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാൽക്കറിയാണ്. നമ്മൾ വെണ്ടയ്ക്ക പാൽക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു പാൽക്കറിയാണ് വഴുതനങ്ങ പാൽക്കറി. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വഴുതനങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വഴുതനങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽക്കറിയാണിത്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ടെങ്കിൽ, വഴുതനങ്ങയോട് കൂടുതൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്യാം. വഴുതനങ്ങയോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വഴുതനങ്ങ പാൽക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അതിലേക്കായിട്ട് 2 ചെറിയ സവാള, ചെറുതല്ല ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 അല്ലി എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് 2 or 3 തണ്ട് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. നമ്മൾ പാൽക്കറിയാണല്ലോ വയ്ക്കുന്നത്, അതുകൊണ്ട് തേങ്ങാപ്പാൽ അത്യാവശ്യമാണ്. തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ സവോള നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. വഴുതനങ്ങ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യരുത്. ഇത് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. വെളുത്തുള്ളിയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. വഴുതനങ്ങ ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലും വലിയ വഴുതനങ്ങ ആണെങ്കിൽ ഒന്ന് കുറുകയും കൂടി കട്ട് ചെയ്യാട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകൊക്കെ മതി. കടുക് ഇനി ഒന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമ്മൾ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെക്കണം. 1-2 വറ്റൽമുളക് മതി കേട്ടോ, ഒരുപാട് വറ്റൽമുളക് വേണ്ട. നമുക്ക് ഈ വറവിടുന്ന കാര്യം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. നമ്മൾ ആദ്യം എല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ വറവിടേണ്ടി വരുമ്പോൾ വീണ്ടും വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഒരു ഇതിൽ തന്നെ ഒരു പ്രാവശ്യം എടുക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അവസാനം വറവിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അവസാനം വറവ് ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ആദ്യം. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് എണ്ണയിലേക്ക് പിടിക്കാനാണ് നമ്മൾ ആദ്യമേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേഗം തന്നെ കുക്കാവും, അധികം സമയമൊന്നും എടുക്കില്ല. വെളുത്തുള്ളിയുടെ കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായിട്ട് തോന്നും, പക്ഷെ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. ഇപ്പോൾ പൊടികളല്ല ആദ്യം ചേർക്കേണ്ടത്, വഴുതനങ്ങയാണ് ചേർക്കേണ്ടത്. വഴുതനങ്ങ ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വഴുതനങ്ങ ഒന്ന് ഹാഫ് കുക്കാവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ വഴുതനങ്ങ കുക്കായി വരാനായിട്ട്. വഴുതനങ്ങയ്ക്ക് അല്ലെങ്കിൽ കുക്കിംഗ് ടൈം കുറവാണ്. പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി കട്ട് ചെയ്യുന്ന പോലെ തിക്കായിട്ടല്ലല്ലോ, തിന്നായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വഴുതനങ്ങയും കൂടി ചേർന്നൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി,
മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ചേർക്കുമ്പോൾ എരിവ് കൂടി പോരുതല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയാലേ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങയൊക്കെ ഒരുപാട് കുക്കായതല്ലല്ലോ. അപ്പോൾ ഒന്ന് ഈ പൊടികൾ കുക്കായി വരാൻ 2 മിനിറ്റ് എടുക്കും. അപ്പോൾ ഗരം മസാലയും കൂടി വേണം. ഞാൻ ഗരം മസാല ഇപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഗരം മസാലയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാം കേട്ടോ. മീറ്റ് മസാല ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് മീറ്റ് മസാലയോട് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല തന്നെ ചേർക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് രണ്ടാം പാലിൻ്റെ അളവ് തീരുമാനിക്കാം. ചില ആളുകൾക്ക് കുറുകിയിരിക്കുന്ന ഗ്രേവി ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് നല്ല ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം. ഇതൊക്കെ ചെറുതായിട്ട് കുറുകിയിരിക്കുന്ന ഗ്രേവിയിൽ ചെയ്യാണ് നല്ലത്. പിന്നെ പുളി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഈ പൊടികൾ കുക്കായി കഴിയുമ്പോൾ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മസാലക്കറിക്ക് പുളി ടേസ്റ്റ് വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾക്ക് പുളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വഴുതനങ്ങയോ 2 വഴുതനങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2 നേരത്തേക്കുള്ള കറി, ഒരു 3 പേർക്ക് 2 നേരത്തേക്കുള്ള കറി സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നേരത്തേക്കും ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ചെറിയൊരളവിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിക്കുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സവോള കൂടുതൽ ചേർക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് സവോള എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. മറ്റുള്ള വെജിറ്റബിൾസൊക്കെ കുറവാണെങ്കിലും സവോള വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സവോള കൂടുതൽ ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള രീതിയിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് കുക്കായി വരണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വഴുതനങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ടാവുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർക്കട്ടെ. അപ്പോൾ ചില ആളുകൾക്ക് വെണ്ടയ്ക്ക പാൽക്കറി ഇഷ്ടമായിരിക്കില്ല. വെണ്ടയ്ക്ക പാൽക്കറി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് വെണ്ടയ്ക്കയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ പാൽക്കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ പാവയ്ക്ക ഉപയോഗിച്ചൊക്കെ ഇതുപോലെ പാൽക്കറി ഉണ്ടാക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് വഴുതനങ്ങ ഉപയോഗിച്ചും പാൽക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, മീറ്റ് മസാല ആണെങ്കിലും 1/2 ടീസ്പൂൺ തന്നെ ചേർക്കുക. ഗരം മസാലപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ 1-ാം പാൽ ചേർക്കാം. 1/2 കപ്പാണ് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി ചൂട് മാറി വരുമ്പോൾ ഈ ഗ്രേവി ഒന്ന് കുറുകി വരും കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യമേ ഗ്രേവി തീരുമാനിക്കാനായിട്ട്, എത്ര ഗ്രേവി വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ചേർത്ത് ഇളക്കുക. ഈ സമയത്താണ് നമ്മൾ ഇനിയിപ്പോൾ വറവ് ചേർത്തിട്ടില്ലെങ്കിൽ വറവ് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. എരിവ് കൂടുതലാണെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതലാണെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എരിവൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. ചപ്പാത്തിക്ക് അത്ര നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നില്ല, പക്ഷേ അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. പിന്നെ
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ കറി ഇപ്പോൾ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ചൂടോടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില കറികൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഭൂരിപക്ഷം വരുന്ന കറികൾക്കും ചൂടോടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ കറിയൊക്കെ പാകമായി നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.